Hello, Assalamu alaikum. Hello, Assalamu alaikum. Hello. ഹലോ, കേൾക്കുന്നില്ലേ കുട്ടികളെ? ഹലോ, കേൾക്കുന്നില്ലേ? So next we have moved to inventory management. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? What is inventory management എന്നുള്ളത്? Okay. So simply inventory management means managing inventory or stocks of business enterprise. We already said that. Okay, widely it means sufficient planning and controlling of inventories. Proper planning and controlling of inventories ആണ് നമ്മൾ inventory management എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാം. കൂടുതൽ സ്റ്റോക്കും ഇല്ലാതെ, അതുപോലെ തന്നെ ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷനും ഇല്ലാതെ ഒരു ഒപ്റ്റിമം ലെവലിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇൻവെന്ററി മാനേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എഫിഷ്യന്റ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് ഇൻവെന്ററീസ്. നമുക്കറിയാം, ഒരു ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആവശ്യമില്ലാണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല, ഐഡിൽ സ്റ്റോക്കായിട്ട് വെച്ചിട്ട് കാര്യമില്ല അല്ലേ? നെക്സ്റ്റ് അതുപോലെ തന്നെ സ്കെയിൽസ് ആയിട്ട് വെച്ചിട്ടും കാര്യമില്ല, ആവശ്യത്തിന് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിലും പ്രശ്നമാണ്. രണ്ടും ആ ഒരു കൺസേൺ സംബന്ധിച്ച് നോക്കുമ്പോൾ നഷ്ടമായിരിക്കും ഉണ്ടാകുക. സോ നെക്സ്റ്റ്, objectives of inventory management. We have to say about the different objectives of inventory management. What is the for what we have to do this inventory management? First of all, to ensure the adequate inventories, to ensure that adequate inventories are. Suppose we are a manufacturing concern, we have to ensure that is adequate stock or adequate raw material for conducting the day-to-day work of that concern. Okay, to ensure the adequate flow of work of that concern. Okay, that is to ensure adequate inventories. Okay, to ensure that there is adequate inventories. അല്ല, ഒരു കൺസേണിൽ അതിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ചപ്പൽ മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഒരു ബാഗ് മാനുഫാക്ചറിങ് കൺസേൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ജോലിക്കാർ വരുന്ന സമയത്ത് അവിടെ റോ മെറ്റീരിയൽസ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ജോലി ചെയ്യാനുള്ള മെറ്റീരിയൽ അവിടെ ഉണ്ടാവണം അല്ലെ, റോ മെറ്റീരിയൽ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു
ഷോപ്പാണ്, ഒരു നോർമൽ ഗ്രോസറി ഷോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരാളൊരു വസ്തു ചോദിച്ചു വരുന്ന സമയത്ത് അത് എടുത്തു കൊടുക്കാനായിട്ട് സാധിക്കണം. അതായത് അഡിക്വേറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് അവിടെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് വൺ ഈസ് ടു മിനിമൈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫണ്ട് ഇൻ ഇൻവെന്ററീസ്. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫണ്ട് ഐഡിയലായിട്ട് കിടക്കും അല്ലെ. നമ്മൾ കുറേ അങ്ങോട്ട് വാങ്ങി കൂട്ടി വെക്കുകയാണ്. ഇപ്പൊ റോ മെറ്റീരിയൽ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു സെല്ലിംഗ് കൺസേൺ ആണെങ്കിൽ അതിൽ ഗുഡ്സ് ആയിക്കോട്ടെ, അത് ഒരുപാട് കണ്ട് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ക്യാഷ് അവിടെ ഐഡിയലായിട്ട് കിടക്കുന്നേ ഉള്ളൂ അല്ലെ. ഒരു 10 ക്വിന്റൽ അരി ഒന്നിച്ചത് വാങ്ങി വെക്കുക. ഒരു ചെറിയൊരു ഷോപ്പാണ്, ആവശ്യമുണ്ടോ? ഇല്ല. അത്രയൊന്നും ചിലപ്പം ക്വാണ്ടിറ്റി അവിടെ ഡിമാൻഡ് ചെയ്തോളണം എന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ റോ മെറ്റീരിയൽ ഒരുപാട് ഒന്നിച്ച് വാങ്ങി വെക്കുക. അപ്പൊ അതുകൊണ്ട് കാര്യമില്ല. കാരണം ആ ക്യാഷ് അവിടെ ഐഡിയൽ ആയിട്ട്, അതായത് ആ ഒരു സ്റ്റോക്ക് അവിടെ ഐഡിയൽ ആയിട്ട് കിടക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് അവിടെ ഐഡിയൽ ആയിട്ട് കിടക്കും. ദർ വിൽ ബി ഐഡിയൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, പർച്ചേസിങ് മോർ. Then next, minimize the cost of ordering and carrying inventories. This is another point. We have to keep an optimum. While keeping this optimum stock, we have to consider the cost of carrying that inventories also. What about the cost of ordering that inventories also? Suppose we have to purchase the materials from Tamil Nadu. We have to give a rent for the truck. So in that cases, we have to consider what about the transportation cost or the carrying cost of that material. Here we not only have to consider, suppose we are purchasing for 1 week and giving 20,000 as a rent. Again for next week we are purchasing and again giving 20,000 as rent. This will lead to increase in our cost. If the products are not perishable, if the products are durable goods, if it is durable goods, we can purchase for 2 weeks or 1 month. Okay, whatever about regarding the demand of that concern. So it will lead to minimize the cost of ordering and carrying inventories. ഇതിപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, സ്റ്റോക്കിന്റെ കാര്യത്തിൽ മാത്രം നോക്കിയാൽ പോരാ, അതിന്റെ ക്യാരിയിങ് കോസ്റ്റ് അതല്ലെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് ഉണ്ടാവും അല്ലെ. ഓർഡറിങ് കോസ്റ്റ്, അത് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് അതിലേക്ക് വന്നേക്കാവുന്ന അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റുകൾ, ക്യാരിയിങ് കോസ്റ്റ് ഒക്കെ പറയാം. ഇത് കൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ ഒരു ലോങ്, ഇപ്പൊ തമിഴ്നാടിൽ നിന്നാണ് നമ്മൾ വാങ്ങിക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്യണം, ഒരു വീക്കിലേക്കുള്ള സാധനങ്ങൾ മാത്രം വാങ്ങിക്കും. ഇപ്പം റൈസ് ആണെങ്കിൽ ഒരു വീക്കിലേക്ക് നമ്മളൊരു റെന്റിന് ഒരു വണ്ടി എടുത്തിട്ട് കൊണ്ടുവരികയാണ്. അപ്പം അതിന് ഒരു റെന്റ് കൊടുക്കണം. നെക്സ്റ്റ് വീക്കിലേക്ക് വീണ്ടും നമ്മൾ വാങ്ങിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുമ്പോൾ ആ സ്റ്റോക്കിന്റെ നേച്ചറും കൂടെ നോക്കണം. ഓക്കെ, ആ ഒരു ഗുഡ്സിന്റെ നേച്ചറും കൂടെ നോക്കണം. സപ്പോസ് അത് ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്. ഇറ്റ്സ് ഡ്യൂറബിൾ ഗുഡ്സ്, പെരിഷബിൾ അല്ലെ. പെരിഷബിൾസ് ആണ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ ആണെങ്കിൽ പെരിഷബിൾ ആയിരിക്കും. അത് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, നേരെ മറിച്ച് ഡ്യൂറബിൾ ആയിട്ടുള്ള ഗുഡ്സ്, പെട്ടെന്ന് കേട് വരാത്ത റൈസ്, വീറ്റ്, ഓക്കെ, അങ്ങനെയുള്ള ഇതൊക്കെ ആണെങ്കിൽ, പെട്ടെന്ന് കേട് വരാത്ത സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി അവിടെ പർച്ചേസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഓർഡറിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ടും അതുപോലെ തന്നെ ക്യാരിയിങ് കോസ്റ്റ് കുറയ്ക്കാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പം അതും കൂടെ ശ്രദ്ധിക്കണം. അല്ലാതെ സ്റ്റോക്കിന്റെ കാര്യം മാത്രമല്ല, അപ്പൊ നമ്മൾ ഒരാഴ്ചക്കുള്ള പഞ്ചസാര അല്ലെങ്കിൽ അരിയൊക്കെ കൂടെ വാങ്ങി വെച്ചാൽ മതി ഷോപ്പില്. അത് കഴിയുമ്പോഴത്തേക്ക് അടുത്ത ആഴ്ചക്ക് വേറെ വാങ്ങിക്കാം എന്ന ക്യാഷ് അങ്ങനെ ഐഡിയലായിട്ട് കിടക്കില്ലല്ലോ എന്ന് വിചാരിക്കുന്നതിൽ ലോജിക്കില്ല. നമ്മൾ അവിടെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, സോ വി ഹാവ് ടു കൺസിഡർ ദി ഓർഡറിങ് കോസ്റ്റ് ആൻഡ് ക്യാരിയിങ് കോസ്റ്റ് ഓൾസോ വൈൽ മേക്കിംഗ് ഓർഡേഴ്സ്. The next objective is to maximize the wealth of shareholders. In order to maximize the wealth of shareholders, in the starting itself we have discussed about what's the wealth maximization. Okay, the objective of financial management is profit maximization, wealth maximization and value maximization. We have already discussed that maximization of the wealth of shareholders. By doing proper inventory management, we can reduce the cost, thereby increase the profit, and it will lead to the maximization of wealth of shareholders. Okay, so once again, by making the proper plan of the stock,
and then thereby reducing the cost, we can increase the profit, and increasing profit leads to the maximize the wealth of shareholders. We have already studied in the starting the objectives of financial management. നമ്മൾ ആദ്യം തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് പഠിച്ചതാ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചതാണ് അല്ലേ? എന്തൊക്കെയായിരുന്നു ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചത്? ഫസ്റ്റ് ഓഫ് ഓൾ മിനിമൈസിങ് ദി കോസ്റ്റ്, maximizing the profit, അല്ലെ? minimizing the cost or maximizing the profit പറഞ്ഞു. Then next wealth maximization, of wealth maximization, shareholdersന്റെ wealth maximize ചെയ്യുക, അവർക്ക് കൂടുതൽ റിട്ടേൺ കൊടുക്കുക. The next value maximization, that is increasing the value of share, increasing the market value of share, ഷെയറിന്റെ മാർക്കറ്റ് വാല്യൂ ഇൻക്രീസ് ചെയ്യാം. ഒക്കെയാ പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ തന്നെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ഐഡിയൽ സ്റ്റോക്ക് ഉണ്ടാവില്ല, അതുപോലെ തന്നെ സ്കെയർ സ്റ്റോക്ക് ഉണ്ടാവില്ല, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും, ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റും ഒക്കെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Thereby it will lead to increasing the profit and it will lead to the maximization of wealth of the shareholders, or the maximization of the wealth of the real owners of that concern. Okay, then next one is avoid cash crisis. If you have a proper planning of when to purchase materials or when to purchase goods, we will be planning for the cash also. We will be planning for the cash also. Suppose we are planning, we are making a plan. We have to make orders every 10th. Every 10th. In every month, we have to make orders on 10th. 10th തീയതിയാണ് എല്ലാ മാസവും നമ്മൾ ഓർഡറിങ് ചെയ്യുന്നതെന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. Then we will arrange for that cash. So there will be no cash crisis, or it will not lead to the പർച്ചേസിങ് ഡിസിഷൻ. നമ്മളിപ്പോൾ ഒരു പ്ലാനിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 10th തീയതിയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാനിങ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു 10th തീയതി ആകുമ്പോഴത്തേക്ക് ആ പർച്ചേസ് ചെയ്യാനുള്ള ക്യാഷ് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കും. അവിടെ ക്യാഷിൻ്റെ ഒരു ക്രൈസിസ് ഉണ്ടാവില്ല. സ്റ്റോക്കും ക്യാഷും റിലേറ്റഡ് ആണ് അല്ലേ? സ്റ്റോക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്യാഷിൻ്റെ ആവശ്യമുണ്ട്. സോ അവിടെ നമ്മൾ ക്യാഷിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട് വിചാരിക്കുന്നു. പോയിന്റ്സ് ഏതെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. The next, avoid overstocking and understocking. We are already discussing about that. Overstocking and understocking both are not profitable. Both leads to increase in the cost, reduce the profit. Therefore, in order to avoid overstocking and understocking, to keep an optimum level of stocking, inventory management is very useful. നമ്മൾ കൂടുതൽ സ്റ്റോക്കുകൾ കീപ്പ് ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ സ്റ്റോക്ക് കീപ്പ് ചെയ്യാൻ ആവശ്യത്തിന് സ്റ്റോക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷനും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് പോസിബിൾ ആയിരിക്കും. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഓരോ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഡറിങ് പോയിന്റ് എപ്പോഴാണെന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്യേണ്ടത്, എത്രയാണ് നമ്മൾ ഒപ്റ്റിമം ലെവൽ സ്റ്റോക്ക് കീപ്പ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളതിന് ശരിക്കും ഓരോ ഫോർമുലാസ് ഉണ്ട്. വി ക്യാൻ സ്റ്റഡി യൂസിങ് ദാറ്റ് ഫോർമുല. ഹൗ വെൻ വി ഹാവ് ടു മേക്ക് ഓർഡേഴ്സ്, okay, how much quantity we have to purchase. Okay, so the next, minimize wastage and pilferage. That is in order to minimize the wastage. Suppose we are making a bulk purchase of perishable products. If you are making bulk purchase of perishable product, what will happen? There will be a chance of decaying or wastage of that product. Suppose we are purchasing quintals of vegetables. Okay, if you are purchasing quintals of vegetables, okay, what will happen? We may not be possible to sell all these vegetables in 1 or 2 days. After 1 or 2 or 3 days, that material will be damaged. Okay. ക്ലിയർ അല്ലേ? നമ്മളിപ്പം എന്ത് ചെയ്യാണ്, ഒരു പെട്ടെന്ന് കേടുവരുന്ന വസ്തുക്കൾ ഒരുപാട് വാങ്ങി വെക്കുകയാണ്. സ്വാഭാവികമായിട്ട് അത് എന്താവും, കേടുവരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ കേട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അത് കളയേണ്ടി വരും അല്ലെ? അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യേണ്ടി വരും, കുറഞ്ഞ വിലക്ക് വിൽക്കേണ്ടി വരും.
പിൽഫ്രേജ്. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സ്വാഭാവികമായിട്ട് 10 രൂപയ്ക്ക് കൊടുക്കുന്ന വസ്തുവാണെന്നുണ്ടെങ്കിൽ അതിന് ചില കേടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ ഒക്കെ കേസിൽ നമുക്കറിയാം അല്ലെ, 10 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. അപ്പൊ 10 രൂപയ്ക്ക് നമ്മൾ നല്ലത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വില കുറച്ച് കൊടുക്കേണ്ടി വരും. ഓക്കെ, 8 രൂപയ്ക്ക് അല്ലെങ്കിൽ 5 രൂപയ്ക്കൊക്കെ കൊടുക്കേണ്ടി വരും അതിന്റെ വേസ്റ്റേജിനനുസരിച്ച്. അല്ലെങ്കിൽ നമ്മൾ അതെടുത്ത് കളയേണ്ടി വരും. നല്ലോണം കേടുന്ന എടുത്ത് കളയേണ്ടി വരും. സോ എങ്ങനെ വേസ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ സ്റ്റോക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് ഫോളോ ചെയ്യേണ്ടതാണ്. മിനിമൈസ് വേസ്റ്റേജ് ആൻഡ് പിൽഫറേജ്. വേസ്റ്റേജ് കുറയ്ക്കാനും അതുപോലെ തന്നെ അതിന്റെ വാല്യൂ റിഡക്ഷൻ സംഭവിക്കാതിരിക്കാനും വേണ്ടിയിട്ട്. നെക്സ്റ്റ്, എൻഷുർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ്. ensure quality of products to അതേപോലെ തന്നെയാണ് നമ്മൾ വേസ്റ്റേജ് കുറക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ പർച്ചേസിങ് മോർ സോൾട്ട്, if you are purchasing more and more quantities of salt, what will happen? The quality may be reduced. In the case of sugar also there is a chance. If you are purchasing more sugars during rainy season, okay, the quality may be reduced. And certain products, in the case of certain products, goods, their expiry date will be over. Okay, their expiry date will be over. അതായത് നമ്മൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ പെരിഷബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിന്റെ കേസിൽ പറഞ്ഞു അല്ലെ, പെട്ടെന്ന് കേട് വന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് പ്രോപ്പർ ആയിട്ടൊരു പ്ലാനിങ് നടത്തിയിട്ട് തന്നെ വാങ്ങിക്കണം. ഇനിയിപ്പോൾ നമ്മൾ ഷുഗർ, സോൾട്ട്, ഇതൊക്കെ പറ്റും അങ്ങനെ എക്സാമ്പിൾ എടുക്കാൻ. ഇതൊക്കെ കുറച്ച് കാലം കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് കാണുമ്പോൾ തന്നെ അതൊരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. ഓക്കെ, വെള്ളമൊക്കെ വന്ന് അല്ലേ, അതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറുന്ന രീതിയിലാവും. അതല്ലെങ്കിൽ ഇപ്പം നമുക്ക് റൈസ് ആണെങ്കിലും പറയാം അല്ലേ, അതിൽ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള ഡാമേജുകളും അതുപോലെ തന്നെ അതിൻ്റെ നമ്മൾ പറഞ്ഞ ക്വാളിറ്റി റിഡക്ഷൻ സംഭവിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പർ ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്തിരിക്കണം. Okay, so these are the major objectives of inventory management. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെന്ററി മാനേജ്മെന്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ആൻസേഴ്സ് ആണത്. To ensure adequate inventories, we have to keep an optimum level of inventories for the smooth running of the business. Okay, to minimize the investment of fund of in inventories. To minimize the investment of fund, that is here means that to reduce the ideal fund. ഐഡിയൽ ആയിട്ട് കിടക്കുന്നത്, ടു റെഡ്യൂസ് ഐഡിയൽ സ്റ്റോക്ക് അല്ലെ, ഐഡിയൽ സ്റ്റോക്ക് ആയിട്ട് കിടക്കുന്നത് നമ്മുടെ ഫണ്ട് അവിടെ ഉപയോഗം ഇല്ലാണ്ട് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഉപകാരമില്ലാത്ത രീതിയിൽ കിടക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. Then minimize the cost of ordering and carrying inventories. Proper management, inventory management ഉണ്ടെങ്കിൽ ഇപ്പം ഒന്നും വേണ്ട, നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് കടയിലേക്ക് സാധനം വാങ്ങിക്കാൻ പോവാ, ആദ്യം ഒരു സാധനം വാങ്ങിക്കാൻ പോവാ, വീണ്ടും ഒരു സാധനം വാങ്ങിക്കാൻ പോവാ അല്ലെ, സ്വാഭാവികമായിട്ട് അവിടെ കോസ്റ്റ് കൂടുതലായിരിക്കും. നമ്മളിപ്പോൾ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും പെട്രോൾ കോസ്റ്റ്, നമ്മുടെ എഫേർട്ട്, ടൈം, ഇതെല്ലാം അവിടെ വേസ്റ്റ് ആണ്. നേരെ മറിച്ച് നമ്മൾ ആദ്യം തന്നെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിലോ ഇതെല്ലാം നമുക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മാത്രമല്ല ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ കടക്കാരൻ നമുക്ക് എന്ത് ചെയ്യും, ചെറിയൊരു ഡിസ്കൗണ്ട് ഒക്കെ തരും അല്ലെ. എന്നാൽ ഇവിടെ അങ്ങനെ ഇല്ല, നമ്മൾ ചില്ലറ ചെറിയ സാധനങ്ങളെ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൂടുതൽ പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റുകളൊന്നും ഇല്ല. എന്നതുപോലെ ഇവിടെ ഇൻവെന്ററി മാനേജ്മെന്റിൽ പറയുന്നത് എന്താണ്, ആ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. thereby increasing the profit, we can increase the wealth of the shareholders and avoid cash crisis. വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് ക്യാഷ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, അതാണ് ക്യാഷ് ക്രൈസിസ് എന്ന് പറയുന്നത്. സ്റ്റോക്ക് വാങ്ങിക്കാനായി പക്ഷെ കയ്യിലെ ആവശ്യത്തിന് വാങ്ങിക്കാനുള്ള ക്യാഷ് ഇല്ല, റോ മെറ്റീരിയൽ വാങ്ങിക്കാനായി പക്ഷെ ആവശ്യത്തിനുള്ള ക്യാഷ് കയ്യിലില്ല. ആ ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അവോയ്ഡ് ഓവർ സ്റ്റോക്കിംഗ് ആൻഡ് അണ്ടർ സ്റ്റോക്കിംഗ്, മിനിമൈസ് വേസ്റ്റേജ് ആൻഡ് ഫിൽട്രേഷൻ, ensure the quality of products. So these are the major objectives of inventory management. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. Any doubts regarding any points? Otherwise you can say you have no doubts. Clear ആണോ കുട്ടികളെ? ക്ലിയർ ആണ്.
ഓക്കെ. ഒരാൾ മാത്രമേ റെസ്പോണ്ട് ചെയ്തുള്ളൂ, ബാക്കിയുള്ളവരൊന്നും കേൾക്കുന്നില്ലേ? അതോ റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ടാണോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ആ ഒരു പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കുക. സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവും. പിന്നെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക കൂടെ ചെയ്യും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററീസ്. എന്താണ് നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് കാര്യം പറയാം. നമ്മളവിടെ ടൈപ്സ് ഓഫ് ഇൻവെന്ററി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. റോ മെറ്റീരിയൽസ് ഉണ്ട്, വർക്ക് ഇൻ പ്രോഗ്രസ് ഉണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് ഉണ്ട് അല്ലേ. ഇനി ഇതിനകത്ത് ഇതിലൊരു ഇപ്പോൾ നമ്മൾ പുതിയ ചില ടെക്സ്റ്റിലൊക്കെ നോക്കുമ്പോൾ ഒരു കാറ്റഗറി കൂടെ കാണാറുണ്ട് കേട്ടോ. സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് എന്ന് പറയും. സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ്. ഓക്കെ, ഈ സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻ്റനൻസ് ഓഫ് മെഷീനറിക്കൊക്കെ വേണ്ടിയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ മെയിൻ്റനൻസ് ഓഫ് മെഷീനറി. ഫോർ മെയിൻ്റനൻസ് ഓഫ് മെഷീനറി. അത് വിട്ടു പോകരുത് കേട്ടോ. അതായത് ഇൻവെന്ററി എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ ആവാം, വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് ആവാം. അതായത് അതിൻ്റെ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഓയില് അല്ലേ, മെഷീനറീസ് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓയില്, അതുപോലെ തന്നെ നമുക്ക് ക്ലീനിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ബ്രൂം, സോപ്പ്, ബൾബുകൾ, ലൈറ്റിങ് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ലൈറ്റ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് പറയാം കേട്ടോ. സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് എന്ന് പറയുന്നതിൽ സ്റ്റോഴ്സ് ആൻഡ് സ്പെയേഴ്സ് അതും സ്റ്റോക്കിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. ഓക്കെ, സോ നമ്മൾ മീനിങ് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് വാട്ട് ആർ ദി മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററീസ്. എന്തിനാണ് നമ്മളിങ്ങനെ ഇൻവെന്ററീസ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, വാട്ട് ഈസ് ദ മോട്ടീവ് ഓഫ് കീപ്പിംഗ്? ഹോൾഡിംഗ് മീൻസ് കീപ്പിംഗ് അല്ലേ. വാട്ട് ഈസ് ദ മോട്ടീവ് ഓഫ് കീപ്പിംഗ് ഇൻവെന്ററീസ് എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കാം. Okay, so we know that every concern that may be a large scale or small scale or medium scale enterprise, it has to maintain some minimum level of inventories. So there are different motives of holding these inventories. Okay, as like this is similar to holding cash. ഏതൊരു വലിയ സ്ഥാപനം ചെറുതാവട്ടെ എന്താണെങ്കിലും അതിനകത്ത് അവർ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിൽ, അതായത് ഒരു മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിൽ ഒരു ലക്ഷ്യമുണ്ട്. ശരിക്കും നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ക്യാഷ് ഹോൾഡ് ചെയ്യുന്നതിനും ഏകദേശം സിമിലർ ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, 1 second. Okay, so first one is transaction motive. അപ്പോൾ ആ ഒരു ഹെഡിങ്ങിൻ്റെ മീനിങ് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് എന്താണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാവും. ഏതൊരു കൺസേൺ ആണെന്നുണ്ടെങ്കിലും അവരവരെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു ലക്ഷ്യം ഉണ്ടാവും അല്ലേ. അത് നമ്മൾ ശരിക്കും ഒരു ക്യാഷ് ഹോൾഡ് ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക. അതായത് ക്യാഷ് വെക്കുന്ന പോലെ തന്നെ സ്റ്റോക്ക് ആണെങ്കിൽ പെട്ടെന്ന് വിറ്റ് കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ട് കിട്ടും എന്നതുപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നതും. ഫസ്റ്റ് ഓഫ് ഓൾ ട്രാൻസാക്ഷൻ മോട്ടീവ്. ട്രാൻസാക്ഷൻ മോട്ടീവ്, that is, every firm has to maintain some level of inventory to meet their day-to-day requirement of sale, production process, customer demand, etc. That is, every
enterprise has to keep or firm has to keep some level of inventory to meet day-to-day requirements of sales. അല്ലേ? ഒരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം എന്താ? വെറുതെ ഷോപ്പ് തുറന്നു വെച്ചിരുന്നാൽ പോരാ, അതിനകത്ത് വിൽക്കാൻ എന്തെങ്കിലും വസ്തുക്കൾ വേണം അല്ലേ? അവിടെ ഗുഡ്സ് വേണം. ആളുകൾ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അവർക്ക് നൽകാനുള്ള ഗുഡ്സ് വേണം അവിടെ. അതല്ല ഒരു മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ വെറുതെ ഷോപ്പ് തുറന്നിട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു കൺസേൺ തുറന്നിട്ടിട്ട് ജോലിക്കാരൊക്കെ വന്ന് അവിടെ വെറുതെ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് അവിടെ ചെയ്യാനുള്ള വർക്ക് വേണം. വർക്ക് വേണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ മെറ്റീരിയൽ വേണം അല്ലേ? മെറ്റീരിയൽ ഇല്ലാണ്ട് പറ്റില്ല. അപ്പൊ അവിടെയുള്ള പ്രൊഡക്ഷൻ പ്രോസസ്സ് നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറയാം, നമുക്ക് ഓവറോൾ ആയിട്ട് അവിടെയുള്ള ഡേ ടു ഡേ ഓപ്പറേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യൽ മസ്റ്റ് ആണ്. സോ മോട്ടീവ് ഓഫ് ഹോൾഡിംഗ് സ്റ്റോക്ക്, ഒരു കൺസേണിൽ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻ മോട്ടീവാണ്. അന്നത്തേക്ക് അന്നു മാത്രം ചിലപ്പം ഒരുപക്ഷെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പ്രൊഡക്ഷൻ ഒന്നും നടത്തിക്കൊള്ളുന്നില്ല. അപ്പൊ അവിടെ ഡിലേ വരാനുള്ള സാധ്യതയുണ്ട്. വർക്കേഴ്സ് ഐഡിയൽ ആയിട്ട് ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ? So every firm has to maintain some level of inventory meet to day-to-day requirements of sales. നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. സെയിൽസ് മാത്രമല്ല കേട്ടോ, പ്രൊഡക്ഷൻ പ്രോസസ്, പ്രൊഡക്ഷൻ പ്രോസസ് എന്നൊക്കെ എഴുതാം. സെയിൽസ് പ്രൊഡക്ഷൻ പ്രോസസ്. പിന്നെയോ പിന്നെന്ത് കൊടുക്കാം അല്ലേ? സെയിൽസ്. അതുപോലെ തന്നെ ഇപ്പം സെയിൽസ് ചെയ്യുന്ന എന്തെങ്കിലും ഡിമാൻഡ്, കസ്റ്റമർ ഡിമാൻഡ് ഇങ്ങനെ കൊടുക്കാലോ. ഓക്കെ, അതായത് ഇപ്പൊ നമ്മള് ഷോപ്പിൽ വന്നിട്ട് ഒരാൾ ചോദിക്കാം ഇന്ന സാധനം വേണം, ഇപ്പൊ പറയണേ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാള് നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്പ് ഉണ്ടെങ്കിൽ അവിടെ പോയി വാങ്ങിക്കും. So that is transaction motive. The next in another one, second motive of holding stock or inventory is production motive. Okay, that is നമ്മൾ ഇവിടെ ട്രാൻസാക്ഷൻ മോട്ടീവിൽ പറഞ്ഞ ആ ഒരു പോയിന്റിനെ സ്പ്ലിറ്റ് ചെയ്ത് വേണമെങ്കിൽ പറയാം, should keep its inventory for unforeseen circumstances. അല്ലേ? നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണ്, പെട്ടെന്ന് ഒരു ലോക്ക്ഡൗൺ വരികയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ട്രൈക്ക് വരികയാണ്. അപ്പം അതിൻ്റെ ആ ഡേ ടു ഡേ ഓപ്പറേഷൻസ് അവിടെ സ്റ്റോപ്പ് ആവാൻ പാടില്ല. എന്തെങ്കിലും അൺഫോർസീൻ സർക്കംസ്റ്റാൻസസ് വരുന്ന സിറ്റുവേഷനിൽ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നത് നന്നായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഷോപ്പ് കീപ്പർ വിചാരിക്കുകയാണ്, സപ്പോസ് എനിക്ക് നാളെ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? ഒരു ദിവസം കച്ചവടം ചെയ്യാനൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു ദിവസത്തേക്കുള്ളത് ഞാൻ അഡ്വാൻസ് ആയിട്ട് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കുകയാണ്, അങ്ങനെ വിചാരിക്കാം. So a firm should keep some inventory for unforeseen circumstances. അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന ആ മാർക്കറ്റിൽ വാങ്ങിക്കാൻ ചെല്ലുന്ന ആ ഒരു മാർക്കറ്റിൽ അവിടെ പ്രൊഡക്റ്റ് അവൈലബിൾ, ആ ഒരു ഗുഡ്സ് അവൈലബിൾ അല്ല, സ്വാഭാവികമായിട്ടും നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. സോ അതിന് വേണ്ടിയിട്ടും നമ്മളിവിടെ ഇൻവെന്ററീസ് ഹോൾഡ് ചെയ്യാറുണ്ട്. തേർഡ് വൺ ഈസ് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ. സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്നും കൊടുക്കാം കേട്ടോ. സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നമ്മൾ മോട്ടീവ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ഓർത്ത് വയ്ക്കാൻ സുഖം സ്പെക്യുലേറ്റീവ് മോട്ടീവ് ആയിരിക്കും. സോ സ്പെക്യുലേറ്റീവ് മോട്ടീവ് മീൻസ് ദ ഫേം മേ കീപ് സം ഇൻവെന്ററി ഇൻ ഓർഡർ ടു ക്യാപിറ്റലൈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്. എന്തായിരിക്കും അവിടെ? ഡു യു നോ അബൌട്ട് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ്? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ് എന്താണ്? ഊഹക്കച്ചവടമാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ നടക്കുന്നതാണ് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ്. നാളെ ഷെയറിന്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പം എൻ്റെ കയ്യിൽ ഒരു 1000 ഷെയർസ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യും? ഇന്നത് വിൽക്കുന്നു, നാളെ അത് വാങ്ങിക്കുന്നു. എന്താ എനിക്ക് ഉപകാരം ഉണ്ടായത്? കൂടിയ വിലക്ക് എനിക്കത് വിൽക്കാൻ പറ്റി, കുറഞ്ഞ വിലക്ക് അത് വാങ്ങിക്കാൻ പറ്റി ഇല്ലേ? ഇന്ന് അതിന് ഒരു ഷെയറിന് 100 രൂപയാണ് വില. നമ്മുടെ സിറ്റുവേഷൻസ് ഓരോ കാര്യങ്ങൾ നോക്കുമ്പം നാളെ അതിന്റെ വില കുറയാനുള്ള സാധ്യതയുണ്ട്. നാളെ ആ ഷെയർ 80 രൂപയ്ക്ക് കിട്ടും, 20 റുപ്പീസിന്റെ ഡിഫറൻസ് ഉണ്ട്. സോ എൻ്റെ കയ്യിലുള്ള 1000 ഷെയർസ് ഞാനിന്ന് സെയിൽ ചെയ്യും. 1000 ഷെയർസ് 100 രൂപയ്ക്ക് സെയിൽ ചെയ്യും. നാളെ ഞാൻ അതേ ഷെയറുകൾ എന്ത് ചെയ്യാണ്? 80 രൂപ വെച്ചിട്ട് വാങ്ങിക്കുകയാണ്. അപ്പൊ എനിക്ക് അവിടെ ഒരു ലാഭം കിട്ടിയല്ലോ അല്ലെ? അപ്പം ഷെയർ മാർക്കറ്റിലൊക്കെ എപ്പോഴും നടക്കുന്ന ഒരു ട്രാൻസാക്ഷൻ ആണ് സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ പറയുന്ന സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്ന് പറയുന്നത് ഇപ്പം
ഒരു സാധനം പെട്ടെന്ന് ഇങ്ങോട്ട് അവൈലബിൾ അല്ലാതായി എന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പം സപ്പോസ് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു, നമുക്കറിയാലോ ഓരോരോ സിറ്റുവേഷൻ ഓരോ സമയങ്ങളിലാണ് അങ്ങനെ വരിക. ഓരോരോ സീസണുകളിലും അല്ലെങ്കിൽ ഇപ്പം അവൈലബിൾ അല്ലാത്ത സിറ്റുവേഷനിലൊക്കെ അങ്ങനെ വരും. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഐറ്റം നമ്മുടെ ആ ഒരു ഏരിയയിലൊന്നും അവൈലബിൾ അല്ല, ഷോപ്പിൽ അവൈലബിൾ അല്ല, അതിന് ഭയങ്കര ഡിമാൻഡ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതൽ പ്രോഫിറ്റോട് കൂടിയിട്ട് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പം ഒന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ കോക്കനട്ട് ഓയിൽ. കോക്കനട്ട് ഓയിലിൻ്റെ മാർക്കറ്റിന് ഭയങ്കര ക്രൈസിസ് വന്നു. നമുക്ക് ആവശ്യത്തിനുള്ള ആഡിക്വേറ്റ് ക്വാണ്ടിറ്റി കോക്കനട്ട് ഓയിലുകളൊന്നും കിട്ടാതെയായി. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ കയ്യിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഉണ്ട്, നിയർ ബൈ ഷോപ്പുകളിലൊന്നും ഇല്ല, നിയർ ബൈ ഏരിയകളിലൊന്നും ഇല്ല, നമുക്കതിനെ കൂടിയ വിലയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ, ബ്ലാക്ക് മാർക്കറ്റിങ്ങിലൊക്കെ ചെയ്യുന്നുണ്ട്, ഹോർഡിങ്, ബ്ലാക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യും, പൂഴ്ത്തി വെക്കും, എന്നിട്ട് എന്ത് ചെയ്യും? കൂടുതൽ വിലയ്ക്ക് വിൽക്കും. പക്ഷെ ശരിക്ക് ഒരു ലീഗൽ പ്രാക്ടീസ് ഒന്നും അല്ല, ഒരു എക്കണോമിക്കൽ പ്രാക്ടീസ് അല്ല, ലീഗൽ അല്ല എന്ന് പറഞ്ഞൂടാ, എക്കണോമിക്കൽ പ്രാക്ടീസ് ഒന്നും അല്ല. ഓക്കെ, പക്ഷെ ബിസിനസ്മാനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അയാൾക്ക് അത് കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. സോ എ ഫേം മേ കീപ് സം ഇൻവെന്ററി ഇൻ ഓർഡർ ടു ക്യാപിറ്റലൈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഓഫ് മേക്കിംഗ് പ്രോഫിറ്റ്, ദാറ്റ് ഈസ് സ്പെക്യുലേറ്റീവ് motive. Okay, the firm may keep some inventory to keep the advantages of changes in the prices and getting എന്താണ് പ്രോഫിറ്റ്. അതല്ലെങ്കിൽ വേറെയും നമുക്ക് ഇവിടെ പല രീതിയിൽ പറയാട്ടോ. ഓക്കെ, സ്പെക്യുലേറ്റീവ് മോട്ടീവ് എന്നുള്ളത് എന്തെങ്കിലും വസ്തു അവൈലബിൾ അല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ കയ്യിലുണ്ടെങ്കിൽ അയാൾക്കത് വലിയ വിലയ്ക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് 3 മോട്ടീവ്സ് പറയുന്നത്, മോട്ടീവ്സ് ഓഫ് ഹോൾഡിംഗ് ഇൻവെന്ററി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഏതൊക്കെയാ? ട്രാൻസാക്ഷൻ മോട്ടീവ്, ഡേ ടു ഡേ ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്, ദെൻ പ്രൊഡക്ഷൻ മോട്ടീവ്, അൺഫോർസീൻ കണ്ടിൻജൻസീസിന്. അത് ശരിക്കും ഇവിടെ ഈ പ്രൊഡക്ഷൻ മോട്ടീവിന് ചില ബുക്കിൽ അങ്ങനെ കാണാറുണ്ട്, പക്ഷെ അതിനേക്കാൾ അതിന് പ്രിക്വേഷനറി മോട്ടീവ് എന്ന് പറയാറുണ്ട്. അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ. പ്രിക്വേഷനറി മോട്ടീവ്, അങ്ങനെ പഠിക്കുകയായിരിക്കും ബെറ്റർ. പ്രിക്വേഷനറി മോട്ടീവ്. പ്രിക്വേഷനറി മോട്ടീവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, പ്രിക്വേഷൻ എടുക്കുകയാണ്. വി ക്യാൻ കീപ് സ്റ്റോക്ക് ഫോർ മീറ്റിംഗ് ദി അൺഫോർസീൻ കണ്ടിൻജൻസീസ്. Is it clear? Which are the motives of holding inventories? നമ്മൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നതിൻ്റെ മോട്ടീവ് എന്താണെന്നാണ്, ലക്ഷ്യം എന്താണെന്ന് ക്ലിയർ ആണോ? Yes or no? ഒരു നവാസിന് ഇല്ല, സന എസ്. ഓക്കെ, ആരതിന്ന് മുങ്ങിപ്പോയ? അമീന ഉണ്ടായിരുന്നല്ലോ ആദ്യം. ഇനി നമ്മളിത് പറഞ്ഞ പോലെ തന്നെയാണ്. സോ ഒരു പ്രോപ്പർ ഇൻവെന്ററീസ് ഉണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ ഒരു കൺസേണിന്റെ ബെനിഫിറ്റ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ദർ ഈസ് ബെനിഫിറ്റ് ഓഫ് ഇൻവെന്ററീസ്. നമുക്ക് സ്റ്റോക്ക് ഉണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാ പറയാം അല്ലേ? ഇതുപോലെ പറഞ്ഞാണ് ഇൻട്രപ്റ്റഡ് പ്രൊഡക്ഷൻ അത് ബാധിക്കില്ല, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടായിരിക്കും. പെട്ടെന്ന് അവിടെ ജോലിക്കാർക്ക് വർക്കില്ലാതെ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാഗ് മാനുഫാക്ചറിങ് കൺസേൺ ആണ്. നമ്മുടെ അഡിക്വേറ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അവർക്ക് ഡെയിലി വർക്ക് ഉണ്ടാവും, ജോലിക്ക് വരുന്ന സമയത്ത് അവർക്ക് ചെയ്യാൻ ജോലി ഉണ്ടാവും, ആ പ്രൊഡക്ഷൻ നിർത്തി വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് എഫിഷ്യന്റ് പർച്ചേസ്. ബൾക്ക് പർച്ചേസസ് മേ ലീഡ് ടു ട്രേഡ് ആൻഡ് ക്യാഷ് ഡിസ്കൗണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൂടുതലായിട്ട് നമ്മൾ ഒരുമിച്ച് വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഡിസ്കൗണ്ട് കിട്ടും അല്ലേ? അതുപോലെ തന്നെ എഫിഷ്യന്റ് പർച്ചേസിന് നേരത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു, നമ്മൾ ഒരു തവണ കടയിൽ പോവാണ്, ഒരു സാധനം വാങ്ങിക്കുകയാണ്, അടുത്ത തവണ വീണ്ടും പോയിട്ട് വേറെ സാധനം വാങ്ങിക്കുകയാണ്. അതേസമയം നമ്മളത് ഒന്നിച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഡിസ്കൗണ്ട് ഒക്കെ കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഫിഷ്യന്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡിസ്കൗണ്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതാണ് ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെന്ററീസ്. നെക്സ്റ്റ് പറയാവുന്നത് അൺഇൻറ്റർപ്രിറ്റഡ് പ്രൊഡക്ഷൻ, എഫിഷ്യന്റ് പർച്ചേസ്. ഇത് വേണമെങ്കിൽ ഞാൻ എനിക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് സെൻഡ് ചെയ്ത് തരാം ഫോട്ടോ ആയിട്ട്. ഇപ്പം ഇത് PPT പ്രസന്റേഷനിൽ ഒരുപാട് വാരി വലിക്കേണ്ട ജസ്റ്റ് ഷോർട്ട് ആക്കിയിട്ട് കൊടുത്താണ്. നെക്സ്റ്റ് ഇൻഡിപെൻഡന്റ് സെയിൽ. ഓക്കെ, ദാറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ മിനിമം ലെവൽ ഓഫ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് ടു അവോയ്ഡ് ഫ്ലോ സെയിൽസ്. ഒരു ഷോപ്പിലാണെന്നുണ്ടെങ്കിൽ മിനിമം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ പ്രൊഡക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.
സെയിലിന്റെ ഫ്ലോനെ അത് എഫക്ട് ചെയ്യുന്നില്ല. ഗുഡ് വിൽ വിത്ത് കസ്റ്റമേഴ്സ്, ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു പ്രൊവൈഡ് ഗുഡ്സ് ഓൺ ഡിമാൻഡ്. ചോദിക്കുന്ന സമയത്ത് നമുക്ക് വസ്തുക്കൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ഒരു കൺസേണിന്റെ ഗുഡ് വില്ലിനെ അത് എഫക്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിലോ, ഒരു തവണ ഒരാൾ നിങ്ങളുടെ ഷോപ്പിൽ വന്നു, നിങ്ങൾ ചോദിച്ച സാധനം ഇല്ല, ഓക്കെ, അയാൾ നിയർ ബൈ ഷോപ്പിൽ നിന്ന് വാങ്ങിയേക്കാം. സെക്കൻഡ് ടൈം ഒരു പക്ഷേ അയാൾ നിങ്ങളെ അപ്രോച്ച് ചെയ്തേക്കാം. അഗൈൻ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ടൈം നിങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ടും കാര്യം ഉണ്ടാവില്ല. അയാൾ ആദ്യം തന്നെ നിയർ ബൈ ഷോപ്പിൽ നിന്നായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക. അപ്പം കസ്റ്റമേഴ്സിന്റെ ഗുഡ് വിൽ, ഗുഡ് വിൽ വിത്ത് കസ്റ്റമേഴ്സ്, ആ ഒരു ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കസ്റ്റമേഴ്സുമായിട്ടുള്ള ഗുഡ് വില്ല് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ദി ബെനിഫിറ്റ്സ് ഓഫ് ഇൻവെന്ററീസ്. എന്തൊക്കെയാ? അൺഇന്റർപ്റ്റഡ് പ്രൊഡക്ഷൻ, എഫിഷ്യന്റ് പർച്ചേസ്, ഇൻഡിപെൻഡന്റ് സെയിൽസ്, ഗുഡ് വിൽ വിത്ത് കസ്റ്റമേഴ്സ്. അപ്പം സിമ്പിൾ പോയിന്റ്സ് ആയതുകൊണ്ട് ഞാനത് റിപ്പീറ്റ് ചെയ്യാതെ പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് കോസ്റ്റ് ഓഫ് ഇൻവെന്ററീസ് ആണ്. അതും കൂടെ ഒന്ന് പറയാം, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാം. എന്തൊക്കെയാണ് ഇൻവെന്ററിയിൽ വരുന്ന കോസ്റ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ ഓർഡറിങ് കോസ്റ്റ്, ടേം തന്നെ മനസ്സിലാവും അല്ലേ? അതായത് നമ്മൾ ഓർഡർ ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്. ഇപ്പം നമ്മളൊരു പോസ്റ്റലായിട്ടാണ് ഓർഡർ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക, ഓക്കെ. അപ്പം നമുക്ക് ആ പോസ്റ്റൽ ചാർജ്, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, ഇപ്പം നമ്മളതിന് റെന്റിനാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഓൺ വണ്ടിയാണെന്നുണ്ടെങ്കിലും അതിന് ഫ്യൂവൽ കാര്യങ്ങൾ ഇതിനൊക്കെ വരും അല്ലേ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഓർഡറിങ് കോസ്റ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓർഡറിങ് കോസ്റ്റ് എത്ര യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും വരിക. നമ്മളിപ്പം കുറച്ചാണ് ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു വണ്ടി മതി അല്ലേ, കുറച്ചധികം ഉണ്ടെങ്കിൽ വലിയ വണ്ടി വേണ്ടി വരും. എന്നതുപോലെ തന്നെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇവിടെ ഓർഡറിങ് കോസ്റ്റ് വരുന്നത്. ഓക്കെ, so these are the cost of placing an order. This cost depends on the number of orders. It includes preparation of purchase order, cost of receiving order, transportation cost, etc. Next one, carrying cost. Next one is the carrying cost. This is the cost incurred for keeping the inventory. There is a storage cost, handling cost, insurance, security cost, damage, etc. അതായത് നമ്മളത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ആണ് ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്താൽ മാത്രം പോരാ, ഓർഡർ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലം വേണം അല്ലേ, ഗോഡൗണുകളൊക്കെ വേണം. വലിയ വലിയ ഇപ്പം റൈസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സിമെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ ഗോഡൗണുകൾ ആവശ്യമുണ്ടാവും. അപ്പം അത് റെന്റിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ റെന്റ് കൊടുക്കേണ്ടി വരും. ദാറ്റ്സ് ക്യാരിയിങ് കോസ്റ്റ്, സ്റ്റോറേജ് കോസ്റ്റ്, ഓക്കെ. അതുപോലെ തന്നെ അതിന്റെ ഹാൻഡ്ലിംഗ്, ഇൻഷുറൻസ്, സെക്യൂരിറ്റി കോസ്റ്റ്, ഡാമേജ് കോസ്റ്റ്, ഇതൊക്കെയാണ് ക്യാരിയിങ് കോസ്റ്റ് എന്നുള്ളത് പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ്. ഓക്കെ, സ്റ്റോക്ക് ഔട്ട് is a situation when the firm is not having item in store but there is a demand for the sale. അതായത് നമ്മുടെ കയ്യിൽ സാധനം ഇല്ല പക്ഷെ അതിനാവശ്യക്കാരുണ്ടെങ്കിലും, അതാണ് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, if the firm run out of stock or finished goods, if the firm has no adequate stock, it may lose the sale. നമ്മളടുത്ത് ഒരാൾ വന്ന് സാധനം ചോദിക്കുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനില്ല, സ്വാഭാവികമായിട്ട് നമ്മുടെ ആ ഒരു കച്ചവടമാണ് അവിടെ നഷ്ടമായത്. ആ ഒരു ഐറ്റം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയേക്കാവുന്ന ലാഭം നമുക്കവിടെ നഷ്ടപ്പെട്ടു. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ് വിൽ ലോസ് ദി ഗുഡ് വിൽ ഓൾസോ. So the stock out cost is also part of cost. Okay, അപ്പോൾ നമുക്ക് അതിന് സ്റ്റോക്ക് ഔട്ട് കോസ്റ്റ് എന്ന് പറയാം. അതല്ലെങ്കിൽ ഇറ്റ് ലീഡ് ടു ലോസ് ഓഫ് പ്രോഫിറ്റ് അല്ലേ, നേരത്തെ പറഞ്ഞത് നമുക്കൊരു ലാഭം നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. ഓക്കെ, ഇതിന്റെ വേറെ പേരും കൂടെ നമ്മൾ പറയാറുണ്ട്, ഷോർട്ടേജ് കോസ്റ്റ്. ഷോർട്ടേജ് കോസ്റ്റ് എന്നും പറയാറുണ്ട്. അപ്പം there are 3 types of cost പറഞ്ഞു അല്ലേ. Any doubts you can ask me. ഷോർട്ടേജ് കോസ്റ്റ്, ഓർഡറിങ് കോസ്റ്റ്, ഓർഡർ ചെയ്യാനുള്ളത്, ക്യാരിയിങ് സ്റ്റോക്ക് ചെയ്യാനുള്ളത്, ഷോർട്ട് ഔട്ട് കോസ്റ്റ് അല്ലെങ്കിൽ ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ